ഡോക്ടർ കെ കസ്തൂരിരംഗൻ അഥവാ കൃഷ്ണസ്വാമി കസ്തൂരിരംഗൻ 1940 ഒക്ടോബർ 24 കൊച്ചിയിൽ കൃഷ്ണസ്വാമിയുടെയും വിശാലാക്ഷിയുടെയും മകനായി ജനനം. 1994 മുതൽ 2003 ഓഗസ്റ്റ് 27 വരെ 9 വർഷക്കാലം ISROയുടെ മേധാവി. അദ്ദേഹം വഹിച്ച പ്രധാനപ്പെട്ട പദവികൾ: കേന്ദ്ര ഗവൺമെന്റ് ബഹിരാകാശ വകുപ്പിന്റെ സെക്രട്ടറി ആയിരുന്നു. ISRO മേധാവിയായിരുന്ന 1994-2003 കാലയളവുകൾക്ക് ശേഷം 2003-2009 കാലയളവുകളിൽ രാജ്യസഭ MP ആയിരുന്നു. ഇപ്പോൾ പ്രവർത്തനരഹിതമായ ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷനിൽ അംഗമായിരുന്നു. ISRO സാറ്റലൈറ്റ് സെന്റർ ഡയറക്ടറായിരുന്നു. ഇന്ത്യ ഗവൺമെന്റ് 3 പ്രധാനപ്പെട്ട സിവിലിയൻ അവാർഡുകൾ അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. 1982 പത്മശ്രീ, 1992 പത്മഭൂഷൺ, 2000 പത്മവിഭൂഷൺ എന്നീ അവാർഡുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഡോക്ടർ കെ കസ്തൂരിരംഗൻ നേതൃത്വം നൽകിയ പ്രോജക്റ്റുകൾ: ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമനിരീക്ഷണ ഉപഗ്രഹങ്ങളായ ഭാസ്കര 1, ഭാസ്കര 2 എന്നീ പ്രോജക്റ്റുകളുടെ പ്രൊജക്ട് ഡയറക്ടറായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ എക്കാലത്തെയും വിശ്വസനീയമായ ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങളായ PSLV, GSLV എന്നിവ വികസിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു. ഇന്ത്യയുടെ ചന്ദ്രയാത്രാ പദ്ധതിയായ ചന്ദ്രയാൻ 1ന്റെ ആലോചനകൾക്ക് ചുക്കാൻ പിടിച്ചു. GSLVയുടെ നൂതന പതിപ്പായ GSLV Mk3യുടെ പഠനങ്ങൾ പൂർത്തിയാക്കി. പുതുതലമുറ ബഹിരാകാശ പേടകങ്ങളായ INSAT-2, ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങളായ IRS-1A, 1B എന്നിവയുടെ വികസനത്തിന് മേൽനോട്ടം വഹിച്ചു. IRS-1C, IRS-1D തുടങ്ങിയ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റുകളുടെ വികസനത്തിനും വിക്ഷേപണത്തിനും ചുക്കാൻ പിടിച്ചു. സമുദ്രനിരീക്ഷണ ഉപഗ്രഹങ്ങളായ IRS-P3, P4 എന്നിവയുടെ വികസനത്തിനും നേതൃത്വം നൽകി. കസ്തൂരിരംഗൻ റിപ്പോർട്ട്: പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതിലോല പ്രദേശങ്ങൾ കണ്ടെത്തി മികച്ച സംരക്ഷണം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് കെ കസ്തൂരിരംഗന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വർക്കിംഗ് ഗ്രൂപ്പ് 2011 തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട്. ഇതുപ്രകാരം 60,000 സ്ക്വയർ കിലോമീറ്റർ ഉള്ള പശ്ചിമഘട്ടത്തിന്റെ 37% പരിസ്ഥിതിലോലമായി നിയോഗിക്കുവാൻ നിർദ്ദേശിച്ചു. ഇത്തരം പരിസ്ഥിതിലോല മേഖലകളിൽ ഖനനം, ക്വാറി, താപവൈദ്യുത നിലയങ്ങൾ, ഉയർന്ന മലിനീകരണമുണ്ടാക്കുന്ന വ്യവസായങ്ങൾ എന്നിവ നിരോധിക്കണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിച്ചു. ജൈവവൈവിധ്യ സംരക്ഷണത്തിന്റെയും പാരിസ്ഥിതിക പുനഃസ്ഥാപനത്തിന്റെയും ആവശ്യകതയായിരുന്നു റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയത്. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം 2020ന്റെ കരട് തയ്യാറാക്കുവാനുള്ള സമിതിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു ഡോക്ടർ കെ കസ്തൂരിരംഗൻ. ദേശീയ വിദ്യാഭ്യാസ നയം 2020 എന്നത് 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിന് പകരമായി വന്ന 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ നയമാണ്. ഇതിൽ 10+2 ഘടനയെ 5+3+3+4 മോഡലാക്കി മാറ്റുകയായിരുന്നു.